ഹലോ, ഗുഡ് ഈവനിങ് മക്കളെ. സുഖമല്ലേ എല്ലാവർക്കും അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ 4ാമത്തെ പാഠമൊക്കെ എത്തിയില്ലേ? അതിനിടയിൽ ഇനിയിപ്പോൾ വന്ന് ക്ലാസ് ഇല്ലാണ്ടായി സീനാണ്. പക്ഷെ നമ്മൾ പോർഷൻസ് എടുത്തേ മതിയാവും അല്ലേ? നമുക്ക് മെല്ലെ ചാപ്റ്ററിലേക്ക് അങ്ങോട്ട് കിടക്കാം അല്ലേ? അപ്പം അതിനു മുന്നേ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് വെച്ചാട്ടെ, തുറന്ന് വെച്ച എല്ലാവരും. ഏതായിരുന്നു പാഠം ഓർമ്മയുണ്ടോ? ഉണ്ടോ? എത്രാമത്തെ പാഠമായിരുന്നു? 4ാമത്തെ പാഠം അല്ലെ? ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മാപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്, എന്തായിരുന്നു മാപ്പുകൾ ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്നൊക്കെ നമ്മൾ മെല്ലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ടോപ്പോഗ്രഫിക് മാപ്പിനെ കുറിച്ചായിരുന്നു. സോ ഐ ഹോപ്പ് all you remember what is this topographic map, right? So tell me, what is this topographic map? What is a topographic map? എന്തായിരുന്നു ഒരു ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്തായിരുന്നു? A topographic map is a map which depicts all the minute details ഓഫ് എ റീജിയൻ അല്ലെ? ഒരു ഏരിയയുടെ, ഒരു പ്രദേശത്തിന്റെ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഡെപിക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന മാപ്പുകളെയാണ് നമ്മൾ ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന് പറയുന്നത് അല്ലെ? പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? വാട്ട് വർ ദ യൂസസ് ഓഫ് എ ടോപ്പോഗ്രഫിക് മാപ്സ്. ഓക്കെ, ഓർമ്മയുണ്ടോ? ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യൂട്ടോ. എന്താണ് ടോപ്പോഗ്രഫിക് മാപ്പ്? വാട്ട് വർ ദ യൂസസ് ഓഫ് എ ടോപ്പോഗ്രഫിക് മാപ്സ്? പിന്നെ നിങ്ങൾ ടോപ്പോഗ്രഫിക് മാപ്പ് കണ്ടിട്ടുണ്ട് അല്ലെ? ഞാനൊരു മാപ്പ് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ? നമ്മുടെ ഗുജറാത്ത് രാജസ്ഥാന്റെ ഒരു ടോപ്പോഗ്രഫിക് മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് കൊടുത്തതെന്നൊക്കെ നമ്മൾ ഡിസ്കസും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നമ്പറിങ്, ലേ ഔട്ട് ആൻഡ് നമ്പറിങ്സ്. ഇവിടെ ഒരു നമ്പർ 45D/10. ഈ 45D/10 എങ്ങനെയാ വന്നതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓർമ്മയുണ്ടോ? വാട്ട് വാസ് ദിസ് മില്യൺ ഷീറ്റ്, ഡിഗ്രി ഷീറ്റ്സ്, what was the scale of a million sheet and all? ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഡിഗ്രി ഷീറ്റ് എന്താണെന്നും മില്യൺ ഷീറ്റ് എന്താണെന്നും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ ഫെർദർ സബ് ഡിവിഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിന്റെ നമ്മൾ ഒരു മാപ്പിൽ ഇപ്പൊ എല്ലാ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും അതേപോലെ നമുക്കൊരു മാപ്പിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? അങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മാപ്പ് ഭയങ്കര കൺജസ്റ്റഡ് ആകും. നമുക്ക് മാപ്പ് നല്ല രീതിയിൽ റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ മാപ്പ് റീഡിങ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? സൈൻസ് ആൻഡ് സിമ്പിൾസിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിമ്പിൾസിലേക്ക് നമ്മൾ എല്ലാ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെയും നമ്മൾ കൺവേർട്ട് ചെയ്തു ഇല്ലേ? അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനത് ഹോംവർക്ക് തന്നതാണ്. എല്ലാവരും അത് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ നോക്കും കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും അതിന്റെ റെപ്രസെന്റേഷൻസ് ഒക്കെ? റെഡ് കളറിൽ 2 ലൈൻസ് പാരലായിട്ട് പോകുമ്പോൾ അത് മെറ്റൽഡ് റോഡ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലൈൻസ് ഡോട്ടഡ് ആവുമ്പോൾ അത് ഫുട്പാത്ത് ആണ്. കാണുന്നില്ലേ? ഫുട്പാത്ത് ആണ്. പിന്നെ ബൗണ്ടറീസിന്റെ കളർ എന്തായിരുന്നു? ബ്ലാക്ക് കളർ അല്ലെ? യെസ്, ഗുഡ്. പിന്നെ വാട്ടർ ബോഡീസ് എന്തായിരുന്നു കളറ്? Tell me, what was the color? Blue color. Okay, good. ഇപ്പൊ ബ്ലൂ കളർ. പിന്നെ ഗ്രീനില് വെജിറ്റേഷൻസിന്റെ റെപ്രസെന്റേഷൻസ്, സെറ്റിൽമെന്റ്സിന്റെ റെപ്രസെന്റേഷൻസ്, ഇതൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സയൻസ് ആൻഡ് സിമ്പിൾസ് വരെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലെ? ഇനി അതിനുശേഷം വരുന്നതാണ് എലിവേഷൻസ്. എലിവേഷൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, ജസ്റ്റ് സയൻസും സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പഠിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞു. അപ്പൊ അതിൽ നിങ്ങൾ എലിവേഷൻസിന്റെ സൈഡിൽ കോണ്ടൂർ, ഫോം ലൈൻസ്, സ്പോട്ട് ഹൈറ്റ്സ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും കാണുന്നുണ്ട് അല്ലെ? അപ്പം ഈ കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇമാജിനറി ലൈൻ joining the places having same elevation above the sea level. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് ഈ കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബ്രൗൺ കളറിലാണ് ഈ കോണ്ടൂർ ലൈൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. അപ്പം നിങ്ങൾ നേരത്തെ ഒരു മാപ്പ് കണ്ടിട്ടുണ്ട്, ഒരു ടോപ്പോ ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഐ തിങ്ക് യു ഓൾ ഹാവ് റിമെമ്പർഡ് ദാറ്റ്. അപ്പോൾ ഈ ഒരു ടോപ്പോ ഷീറ്റില്
ഇതിന് താഴെയായിട്ട് താഴെ ഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ കുറെ ബ്രൗൺ കളറിൽ ഒരുപാട് വരകള് കാണുന്നുണ്ടോ? കണ്ടോ? അത്ര വലിയ ക്ലിയർ ഇല്ല, എന്നാലും കണ്ടോ? ഇതാണ് കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. കുറച്ച് ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്, എന്നാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം തന്നെയാണ്, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോക്കിയാലും മതി. ഇതാണ് കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? നെക്സ്റ്റ് വാസ് ഫോം ലൈൻസ്. ഫോം ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഞാൻ പറഞ്ഞു ഈ സർവേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പം എളുപ്പമാണ്, നമുക്ക് GPS സഹായത്തോടു കൂടിയൊക്കെ സർവേ എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പണ്ട് കാലത്തെ അത്രയും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ തിയോഡൈറ്റ് എന്ന് പറയുന്ന നല്ല വെയിറ്റ് ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടായിരുന്നു സർവേ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചില ടെറൈൻസില്, റഫ് ടെറൈൻസില് പോവാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ ആ ഏരിയയുടെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡോട്ടഡ് ലൈൻസിലൂടെ ആ ഏരിയ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അങ്ങനെ വരുന്ന ലൈൻസിനെയാണ് നമ്മൾ ഫോം ലൈൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനൊരു ഇമേജ് ഉണ്ട്, നേരെ ആ കൺവെൻഷണൽ സയൻസ് ആൻഡ് സിമ്പിൾസിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? കുറച്ചൊരു ക്ലാരിറ്റിയുടെ ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? കണ്ടോ? ഡോട്ടഡ് ലൈൻസ്, ഇതാണ് ഫോം ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താഴെയുള്ള സ്പോട്ട് ഹൈറ്റും ട്രയാങ്കുലേറ്റഡ് ഹൈറ്റും ബെഞ്ച് മാർക്കും ഒന്ന് നോക്കി വെക്കട്ടോ. ഇനി എന്താണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞത്? സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ റീജിയന്റെ ഹൈറ്റ് എത്രയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ഹൈറ്റ് റെപ്രസെന്റ്സ് ദ ആക്ച്വൽ ഹൈറ്റ് ഓഫ് എ പ്ലേസ് ബൈ റെക്കോർഡിംഗ് ദ ഹൈറ്റ് ഇൻ ദ ഡിജിറ്റ് ബിസൈഡ് എ ബ്ലാക്ക് ഡോട്ട്. ഒരു ബ്ലാക്ക് കളറിൽ, ബ്ലാക്ക് ഡോട്ടിലായിരിക്കും ഇത് റെപ്രസെന്റ് ചെയ്യാം. And sometimes the height alone is recorded without a black dot. ചില സമയത്ത് നമുക്ക് ടോപ്പോ ഷീറ്റില് ഈ ഡോട്ട് ഇല്ലാതെ തന്നെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് സ്പോട്ട് ഹൈറ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി സെയിം തന്നെ ഒരു ട്രയാങ്കുലറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു ഹൈറ്റ് ഒരു ട്രയാങ്കുലറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ട്രിഗ്നോമെട്രിക് ഹൈറ്റ് എന്നാണ് പറയാം. ഓക്കെ, ആൻഡ് ദിസ് ഹൈറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് ത്രൂ ട്രിഗ്നോമെട്രിക് സർവേ. ട്രിഗ്നോമെട്രിക് സർവേയിലൂടെയാണ് നമ്മൾ ഈ ഹൈറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ ഹൈറ്റ് ഓഫ് എ പ്ലേസ് എസ്റ്റിമേറ്റഡ് ത്രൂ ട്രിഗ്നോമെട്രിക് സർവേ ആർ റെക്കോർഡഡ് ഇൻ മാപ്സ് യൂസിങ് ദ ട്രയാങ്കിൾ സിമ്പിൾസ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർവോയറിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെഞ്ച് മാർക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ BM എന്ന് എഴുതും. The height of reservoirs and prominent buildings are recorded along with the letter BM. Okay, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ടോപ്പോ ഷീറ്റിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എലിവേഷൻസ് ആണ്, റെപ്രസെന്റേഷൻസ് ഓഫ് എലിവേഷൻസ്. സോ ഇൻ വിച്ച് ഓൾ വേസ് വി റെപ്രസെന്റ് എലിവേഷൻസ്. എലിവേഷൻസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. അപ്പൊ ഹൈറ്റ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ത്രൂ കോണ്ടൂർ ലൈൻസ്, then ഫോം ലൈൻസ്, then what else? Triangulated height, trigonometric height, then last one is benchmark. ഈ 5 തരത്തിലാണ് നമ്മൾ എലിവേഷൻസ് അല്ലെങ്കിൽ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ ടോപ്പോ ഷീറ്റ് കണ്ടു, ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ടോപ്പോ ഷീറ്റില് വേറെ എന്തൊക്കെയാ കണ്ടത്? വേറെ എന്തൊക്കെയാ നിങ്ങൾ ഈ ഒരു ടോപ്പോ ഷീറ്റിൽ കണ്ടിരിക്കുന്നത്? ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് ഒരു മാപ്പ് കാണിച്ചു തരാം കേട്ടോ. സോറി, നമ്മുടെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന സെയിം ടോപ്പോ ഷീറ്റ്. ഈ ടോപ്പോ ഷീറ്റിൽ ഒന്ന് നോക്കിയേ, കുറെ റെഡ് ലൈൻസ് കാണുന്നുണ്ടോ? എങ്ങനെ? ഹൊറിസോണ്ടലി കുറെ ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കലി കുറെ ലൈൻസ് ഉണ്ട്. ഇത് നോക്കണ്ട കേട്ടോ, ഇതെന്തായിരുന്നു? പാരലലി വരയ്ക്കുന്ന 2 റെഡ് ലൈൻസ് നമ്മൾ എന്താ പറയാ? ദിസ് ഇസ് എ റോഡ്. ഓക്കെ, ഞാൻ അതല്ല പറയുന്നത്. അല്ലാതെ റെഡ് ലൈൻസ് കാണുന്നുണ്ടോ? ഹൊറിസോണ്ടലിയും വെർട്ടിക്കലി ആയിട്ട് കാണുന്നില്ലേ? ഇതിനെയാണ് നമ്മൾ ഗ്രിഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രിഡ്സ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോ ഗ്രിഡ്സുകൾ 2 തരത്തിലുണ്ട്. നോർത്തിങ്സ് ഉണ്ട്, ഈസ്റ്റിങ്സ് ഉണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടലിയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കലിയും നമ്മൾ ഗ്രിഡിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. കണ്ടോ? വെർട്ടിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നവ. ഓക്കെ, അധികം സ്ട്രേറ്റ് ലൈൻ ഒന്നും അല്ല, എന്നാലും
ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഈസ്റ്റിലോട്ട് വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഈസ്റ്റിലോട്ട് വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഗ്രിഡ്സുകൾ എന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ ഈസ്റ്റിങ്സും ഒക്കെ അവിടെ നിൽക്കട്ടെ, എന്തിനാണ് ഗ്രിഡ്സ് എന്ന് അറിയാമോ? നിങ്ങൾ ഒരു ടോപ്പോഗ്രഫിക് മാപ്പിൽ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ കാണുന്നു. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേസിന്റെ എക്സാക്ട് ലൊക്കേഷൻസ് മനസ്സിലാവും അല്ലെ? ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എത്രയാണ് ആ ഒരു ഏരിയ, എത്രയാണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിൽ എത്രയാണ് എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു ടോപ്പോ ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ തന്നെ അതിന്റെ എക്സാക്ട് പൊസിഷൻ എത്രയാണെന്ന് പറയാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഗ്രിഡുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രിഡിൽ രണ്ട് തരത്തിലുണ്ട്, ഈസ്റ്റിങ്സും ഉണ്ട്, നോർത്തിങ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റിങ്സ് ആണ്. അപ്പൊ ഈസ്റ്റിങ്സ് ഏത് ഡയറക്ഷനിലാണ് വരയ്ക്കുക? നമ്മള് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഈസ്റ്റിലോട്ട് വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈൻസിനെയാണ് നമ്മൾ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈസ്റ്റിലോട്ട് പോകുന്നതിനനുസരിച്ച് ആസ് വി മൂവ് ടുവേർഡ്സ് ഈസ്റ്റ് ഇറ്റ്സ് വാല്യൂ ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കിയേ, കണ്ടോ ഈസ്റ്റിങ്സ് കൊടുത്തിരിക്കുന്നുണ്ടോ? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ, നോർത്ത് സൗത്ത് കണ്ടോ, 15, 16, 17, 18. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈസ്റ്റിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഈസ്റ്റിങ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദീസ് ആർ ദ നോർത്ത് സൗത്ത് ലൈൻസ്. അതുപോലെ തന്നെ ദീസ് വാല്യൂസ് ഇൻക്രീസസ് ടുവേർഡ്സ് ദ ഈസ്റ്റ്. വാട്ട് ഈസ് എൻ ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ, ഈസ്റ്റിങ്സ് ആർ ദ ലൈൻസ് വിച്ച് ആർ ഡ്രോൺ ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആൻഡ് ദീസ് വാല്യൂസ് ഇൻക്രീസസ് ആസ് വി മൂവ് ടുവേർഡ്സ് ഈസ്റ്റ്. ഇങ്ങനെ പറയാം. പിന്നെ ഞാൻ പറഞ്ഞു ഗ്രിഡ് റെഫറൻസിങ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഒരു ജോഗ്രഫിക്കൽ ഫീച്ചറിന്റെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ ഉണ്ട്, എന്തെങ്കിലും ഒരു സപ്പോസ് ഒരു വെല്ലുണ്ട് അല്ലെങ്കിൽ ഒരു പോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് ഒരു വെല്ല് കിടക്കുന്നതെങ്കിൽ, സപ്പോസ് ഇവിടെ ഒരു വെല്ല് കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ വെല്ലിന്റെ വെല്ലല്ല, ഇതൊരു പോണ്ടാണെന്ന് വിചാരിക്കുക. പോണ്ടൊന്നല്ല, ഒരു ഏകദേശം ഒരു ഷേപ്പ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വരയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലായോ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ വാല്യൂ ഓഫ് ദ ഈസ്റ്റിങ്സ് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ദി ജോഗ്രഫിക്കൽ ഫീച്ചർ. ഇവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു പോണ്ടാണ്. The value of the eastings immediately left to the geographical feature is considered for identifying a location. നമ്മൾ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഈസ്റ്റിങ്സ് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചറിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ ആണോ? സെയിം വേ ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാർക്ക് ചെയ്യണേ മക്കളെ കേട്ടോ. ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി ഈസ്റ്റിങ്സ് മാത്രം മതിയോ നമ്മൾ ഒരു ഏരിയയുടെ ലൊക്കേഷൻസ് കറക്റ്റ് ആയിട്ട് പറയാൻ? ഈസ്റ്റിങ്സ് പോരാ, നമുക്ക് എന്തുകൂടി വേണം? നോർത്തിങ്സ് വേണം. നോർത്തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും വരയ്ക്കാം. ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ നോർത്തിലോട്ട് വരയ്ക്കുന്ന വരകളെയാണ് നമ്മൾ നോർത്തിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോർത്തിലോട്ട് വരയ്ക്കുന്നതിനനുസരിച്ച് ഇതിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. The value increases as we move towards north. കണ്ടോ, 75, 76, 77, 78 ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ഇതിനാണ് നമ്മൾ നോർത്തിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ വരച്ച എവിടെ പോയി? ഇവിടെ ഉണ്ട് അല്ലെ? വലിയ രസമൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റബിൾ, റൈറ്റ്? അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നവയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർത്തിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ നോർത്തിങ്സ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഈസ്റ്റിങ്സും വരച്ചു, നോർത്തിങ്സും വരച്ചു. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പം ഒന്ന് മാർക്ക് ചെയ്യാം. ദീസ് ആർ ദ ലൈൻസ് ഡ്രോൺ ഇൻ ദ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വരയ്ക്കുന്നവയാണ് നോർത്തിങ്സ് എന്ന് പറയുന്നത്. ദ വാല്യൂ ഇൻക്രീസസ് ടുവേർഡ്സ് നോർത്ത്. ദ വാല്യൂ ഇൻക്രീസസ് ടുവേർഡ്സ് ദി നോർത്ത്. ഇനി ഈ നോർത്തിങ്സ് നമ്മൾ എങ്ങനെയാ ഒരു
ജോഗ്രഫിക്കൽ ഫീച്ചറിന്റെ പൊസിഷൻസ് മനസ്സിലാക്കുക. ഇപ്പൊ ഇവിടെ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ, സപ്പോസ് നമ്മളെ കുളം, നമ്മളൊരു പോണ്ട് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പോണ്ട് ഷേപ്പ്. ഓക്കെ, അപ്പൊ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് കിടക്കുന്ന നോർത്തിങ്സിനെയാണ് നമ്മൾ എടുക്കുക. ഓക്കെ, but the value of a northing immediately to the south of the feature, ഈ ഒരു ഫീച്ചർ, ഈ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചറിന്റെ സൗത്തിലായിട്ട് കിടക്കുന്ന ലൈനിനെയാണ് നമ്മൾ അതിന്റെ പൊസിഷൻ പറയുന്ന സമയത്ത് എടുക്കുക. ക്ലിയർ ആണോ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The value of the northing immediately to the south of the feature in the map is considered for identifying a location. ഓക്കെ, അപ്പം ഇവിടെ നമ്മളൊരു ഫിഗർ ഒക്കെ വരച്ചു, നോർത്തിങ്സ് വരച്ചു, ഈസ്റ്റിങ്സ് ഒക്കെ വരച്ചു. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇവിടെ ഞാനൊരു പോണ്ട് വരയ്ക്കാൻ പോവാന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു പോണ്ട് വരയ്ക്കാൻ, ഇപ്പൊ പോണ്ടല്ല, ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഉണ്ട്, നല്ല കുഴപ്പമില്ല, അതൊരു പോണ്ടാന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, ഇതൊരു പോണ്ടാണ്. ഇനി ഞാൻ ഇതിന് കുറച്ച് നമ്പറിങ്സ് നൽകുകയാണ്. ഞാൻ ഇതിന് എന്ത് ചെയ്യാണ്? നമ്പറിങ്സ് നൽകുകയാണ്. അപ്പൊ ഇതില് നോർത്തിങ്സ് ഏതാണ്, ഈസ്റ്റിങ്സ് എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ നോർത്തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിലോട്ട് വരയ്ക്കുന്നവ അല്ലെ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ നോർത്തിലോട്ട് പോകുന്നവ. അപ്പൊ ഇവിടെ ഞാൻ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ 70 രസമല്ല കേട്ടോ ഇത് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല, 77 നോക്കണേ, 78. ഓക്കെ അല്ലേ, വരച്ചു. ഇനി ഈസ്റ്റിങ്സ് നമ്മൾ കുറച്ച് വാല്യൂസ് കൊടുക്കണം. ഇവിടെ ഞാൻ 16 കൊടുക്കുകയാണെന്ന് വിചാരിക്കേ, 16. ഇവിടെ ഞാൻ 17 കൊടുത്തു, ഇവിടെ 18, ഇവിടെ 19. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഒരു പോണ്ടിന്റെ പൊസിഷൻ പറയാൻ പറ്റൂ ബേസ്ഡ് ഓൺ ദി ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ്. അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും ഇതിന്റെ പൊസിഷൻ? എങ്ങനെയാ നിങ്ങൾ പറയാ മക്കളെ? എങ്ങനെ നമ്മൾ പറയും? അപ്പം നമ്മൾ ഒരു പൊസിഷൻ ചോദിക്കുകയാണെങ്കിൽ, ജോഗ്രഫിക്കൽ ഫീച്ചറിന്റെ പൊസിഷൻ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ എൽ എന്ന് പറയുന്ന അക്ഷരം ആലോചിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു പോണ്ടിനല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പൊ ഇവിടെ ഒരു എൽ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റിക് ഓർഡറിൽ ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് 17 ഡിഗ്രി ആൻഡ് 77 ഡിഗ്രി ഇതിന്റെ ഇടയിലാണ്, 17 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന്റെയും 77 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന്റെ ഇടയിലാണ് ഈ ഒരു പോണ്ടിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോർത്തിങ്സ് എന്താണെന്ന് പഠിച്ചു, ഈസ്റ്റിങ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി ഈ നമ്മളെ ഗ്രിഡില് വേറൊരു കാര്യം എന്നോട് പറയാൻ പറ്റുമോ? നമ്മളെ ഗ്രിഡില് എപ്പോഴും 1 കിലോമീറ്ററിലായിരിക്കും, 1 കിലോമീറ്റർ. അപ്പൊ ഓരോ ഗ്രിഡുകളും, ഓരോ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും റെപ്രസെന്റ് ചെയ്യുക നമ്മുടെ എർത്ത് സർഫേസിന്റെ 1 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, അത് മാപ്പിലോട്ട് വരുമ്പോൾ 2 സെന്റിമീറ്ററിലായിരിക്കും അത് റെപ്രസെന്റ് ചെയ്യാം. വേണേ ഇങ്ങനെയും പറയാം, മാപ്പിലെ 2 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഗ്രൗണ്ടിലെ 1 കിലോമീറ്റർ എന്ന രീതിയിലായിരിക്കും. ക്ലിയർ ആണോ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 സെന്റിമീറ്റർ വിഡ്ത് ആൻഡ് 2 സെന്റിമീറ്റർ ബ്രെഡ് കവേഴ്സ് ആൻ ഏരിയ ഓഫ് 1 കിലോമീറ്റർ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ടോപ്പോ ഷീറ്റുകൾ ഏതാണ് സ്കെയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചത് കൊണ്ടാണ് ഞാനത് പറയാണ്ടിരുന്നത്. ടോപ്പോ ഷീറ്റുകൾ 1:50,000 ആണ് ഏറ്റവും ലോവസ്റ്റില് ടോപ്പോ ഷീറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ്, ഇതൊന്ന് നോക്കി വെക്കണം കേട്ടോ. The grid with 2 centimeter width and 2 centimeter breadth covers an area of 1 kilometer length and 1 kilometer breadth on the earth surface. ക്ലിയർ അല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണിച്ചു കണ്ടോ. ഇതൊരു ഗ്രിഡാണ്. ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന്റെ പൊസിഷൻസ് ഐഡന്റിഫൈ ചെയ്യണം. പലതരത്തിലുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചിലത് വളരെ ചെറുതാണ്, ചിലത് വളരെ വലുതാണ് അല്ലെ. ആദ്യം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫീച്ചേഴ്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് എന്തൊക്കെയുള്ളത്. ഇതെന്താണ്? ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. പിന്നെ ഇതെന്താ? ഒരു ചർച്ച് ഉണ്ട്. ഇത് ഒരു പോണ്ട്, വെൽ, സെറ്റിൽമെന്റ്, ഗ്രേവ് യാർഡ്, പിന്നെ ട്യൂബ് വെൽ. ഇതെന്താണ്? ഒരു ഫോർട്ട് ഉണ്ട്. പിന്നെ ഒരു സ്ട്രീം ഒഴുകുന്നുണ്ട് അല്ലെ.
പിന്നെയോ റോഡ് ഉണ്ട്, റോഡിന്റെ സൈഡിലായിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഇവിടെ രണ്ട് സൈഡിലായിട്ട് സെറ്റിൽമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഓരോ ജോഗ്രഫിക്കൽ ഫീച്ചറിന്റെയും എക്സാക്ട് പൊസിഷൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഏത് ആൽഫബറ്റാ ഓർക്കാൻ പറഞ്ഞേ, ഏത് ആൽഫബറ്റാ ഓർക്കാൻ പറഞ്ഞു നിങ്ങളോട്? എൽ അല്ലേ? അത് ആലോചിച്ചാൽ മതി. അപ്പൊ എൽ എന്ന് പറയുന്ന ആൽഫബറ്റ് ആലോചിക്കുക. ഇവിടുന്ന് നിങ്ങൾ ലൈറ്റ് ഹൗസിന്റെ ഗ്രിഡ് റെഫറൻസിങ് ഒന്ന് പറഞ്ഞാട്ടെ. ലൈറ്റ് ഹൗസിന്റെ ഇവിടെ ഒരു എൽ വരച്ചു നോക്കിയേ. അപ്പൊ 85 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് 37 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലല്ലേ ഈ ഒരു ലൈറ്റ് ഹൗസ് കിടക്കണത്? മനസ്സിലായിട്ടോ? ക്ലിയർ ആണോ? സ്ക്രീനിലേക്ക് നോക്കൂട്ടോ. കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഇനി താഴെ ഒരു ഗ്രേവ് യാർഡ് കൊടുത്തിട്ടുണ്ട്, ശവപ്പറമ്പ്. അതിനെങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും ഒന്ന് പറഞ്ഞേ. എത്രയാണ് ലോഞ്ചിറ്റ്യൂഡ് വരുന്നത്? 85 അല്ലെ? അപ്പൊ 85 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡും 35 ഡിഗ്രി ലാറ്റിറ്റ്യൂഡും, ഇതാണ് ഇതിന്റെ പൊസിഷൻ. ഏതാണ്? ഗ്രേവ് യാർഡിന്റെ അല്ലെങ്കിൽ ഒരു ശവപ്പറമ്പിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇനി ഞാൻ പറഞ്ഞു ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന എല്ലാത്തിനും ഒരേ സൈസ് അല്ല. ഈ സ്ക്രീനിലേക്ക് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഒരേ സൈസ് അല്ല. അപ്പം ഗ്രിഡ് റെഫറൻസിങ് അക്യുറേറ്റ് ആവൂല, പ്രിസൈസ് ആവൂല. അപ്പൊ അതിനു വേണ്ടിയിട്ട് two types of grid referencing. That is 4-figured grid referencing and 6-figured grid referencing. ഇനി അതെന്താന്ന് നോക്കാം. താഴോട്ട് പോവാം. കണ്ടോ? 4-figured grid referencing. 4-figured grid referencing എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും ലാർജ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ 4-figured ആയിട്ടുള്ള ഗ്രിഡ് റെഫറൻസിങ് ചെയ്യുന്നത്. എളുപ്പമാണ്. ജസ്റ്റ് ഒരു എൽ എന്ന് പറയുന്ന ഒരു അക്ഷരം ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഗ്രിഡ് റെഫറൻസിങ് നിങ്ങൾക്ക് മനസ്സിലാവും. 52 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് 18 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. കേട്ടോ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക ഗ്രിഡ് റെഫറൻസിങ്ങിനെ? 52 18 എന്നുള്ള രീതിയിലാണ് എഴുതുക. മനസ്സിലായോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ 4-figured വളരെ എളുപ്പമാട്ടോ മക്കളെ. സിമ്പിൾ ആണ്. എൽ എന്ന് പറയുന്ന അക്ഷരം ആലോചിച്ചാൽ മതി. പക്ഷേ 6-figured ഗ്രിഡ് റെഫറൻസിങ് എന്ന് പറയുമ്പോൾ ചെറിയ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കും. The size of the geographical feature will be small. അപ്പം അത് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് നമ്മൾ പറയണം അല്ലെ? അപ്പൊ ഇതിന് എന്ത് ചെയ്യുന്നു? നമ്മൾ ഫർദർ ഡിവിഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ട്യൂബ് വെൽ ആണ്. ഈ ട്യൂബ് വെല്ലിന്റെ പ്രിസൈസ് അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ പറയണം. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ 4-figured നമുക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് ഫർദർ ഡിവിഷൻസ് കൊടുക്കുന്നു. ഇതിന് എന്ത് ചെയ്യുന്നു? ഫർദർ ഡിവിഷൻസ് നമ്മൾ കൊടുക്കുന്നു. ഞാൻ കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്യാണ് കാണാൻ വേണ്ടിട്ട് കേട്ടോ. കാണുന്നില്ല എല്ലാവർക്കും? ഓക്കെ, ഇനി ഇത് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാണ് ഒരു ട്യൂബ് വെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഗ്രിഡ് റെഫറൻസിങ് ആണ് നമ്മൾ 6-figuredലൂടെ ചെയ്യാണ്. സ്ക്രീനിലേക്ക് തന്നെ നോക്കണം, എന്നെ അല്ല കേട്ടോ. കണ്ടോ? അപ്പൊ 15 ഡിഗ്രി ആദ്യം നമ്മൾ എല്ല് വരച്ചു. അല്ലേ? ഇനി ഇതിന്റെ ഫർദർ ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഡിവിഷൻ, അങ്ങനെ 1 2 3 4 5 അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 15 നോക്കണേ, എന്റെ ഫേസിലോട്ടല്ല സ്ക്രീനിലോട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 15 എഴുതുക, എന്നിട്ട് 6 എഴുതുക. ഓക്കെ, ഇനി അടുത്ത് ഇത് ലോഞ്ചിറ്റ്യൂഡിന്റെ. ഇനി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഏതാ ലാറ്റിറ്റ്യൂഡ് വരുന്നത്? 76 ആണോ 77 ആണോ? ഏതാ വരുന്നത്? 76 ആണ് അല്ലെ? അപ്പൊ 76 എഴുതുക. ഇനി ഇതിന്റെ ഡിവിഷൻസ് നോക്കാം. 1 2, ശ്രദ്ധിക്കണേ, ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഗ്രിഡ് റെഫറൻസിങ് എന്തായാലും വരും. 4-figured വരും, 6-figured വരും കേട്ടോ. അപ്പൊ 1 2 3 4 5 6 കണ്ടില്ലേ? അപ്പൊ 6ന്റെ അടുത്ത് എത്തുമ്പോഴാണ് ഇതിന്റെ എൻഡ് വരുന്നത് അല്ലേ? അപ്പൊ 76 ആൻഡ് ഒരു 6 കൂടി എഴുതും. ഇതാണ് ഇതിന്റെ ഗ്രിഡ് റെഫറൻസിങ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ?
കണ്ടോ 15 5 76 വരെ എത്തി. ഇനി ലാസ്റ്റ് വൺ 15 5 76 6. ഇതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള 6 ഫിഗർ ഗ്രിഡ് റെഫറൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരികയാണ് കേട്ടോ. എന്താ ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 4.9. ഇതിൽ ഒരുപാട് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ലൈറ്റ് ഹൗസ് ഉണ്ട്, ചർച്ച് ഉണ്ട്, വെല്ലുണ്ട്, പോണ്ട്, ഫോർട്ട്, ട്യൂബ് വെൽ, ടെമ്പിൾ, സെറ്റിൽമെന്റ്, ഇത്രയും ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന്റെ ഗ്രിഡ് റെഫറൻസിങ് ചെയ്യണം. ഏതൊക്കെയാണ് 4 ഫിഗറിൽ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് 6 ഫിഗറിൽ ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോ ഈ ഒരു ഹോംവർക്ക് നിങ്ങൾ ചെയ്തിട്ട് വരണം. അത് മാത്രമല്ല അടുത്ത ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ സയൻസ് കൺവെൻഷണൽ സയൻസ് ആൻഡ് സിമ്പിൾസിൽ ഓരോന്നും പല കളേഴ്സിലല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്, അത് ഏതൊക്കെ കളേഴ്സ് ആണ്, അതുപോലെ തന്നെ വാട്ട് ഇസ് എ ടോപ്പോഷിറ്റ്, വാട്ട് ആർ ദ യൂസസ് ഓഫ് എ ടോപ്പോഷിറ്റ്സ്, പിന്നെ അതിന് നമ്പറിങ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ലേ ഔട്ടിങ് നമ്പറിങ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം കേട്ടോ അടുത്ത ക്ലാസ്സിലേക്ക്. ഇന്ന് എടുത്ത പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ബൈ ബൈ, ടാറ്റാ.